ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സമയം 12 മണിയായി. ഞങ്ങൾ വിഷ് ചെയ്യാൻ പോവാണല്ലേ? 12 കാലായി. അമ്മ എണീക്കണില്ല അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. വിഷ് ചെയ്യാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സുന്ദരി. എനിക്കുണ്ടടി, എനിക്കൊത്തിരി കൊതിയുണ്ടടി. സച്ചിനിക്ക് ഒരു വീഡിയോ എടുക്കാൻ വരുമോ? അച്ഛന്റെ അമ്മയുടെ ഒരു റീൽസ് എടുത്ത് തരുമോ? സാറൊന്ന് ഫ്രീ ആവോ പ്ലീസ്? അതിനെന്താ ചിരിക്കണേ? പ്ലീസ് ഒന്ന് ഫ്രീ ആവോ? എന്താ അവിടെ ചെയ്യണ? കൈ എങ്ങനെയുണ്ട് ഗൈസ്? സച്ചിയുടെ കൈ കാണിച്ചെടുത്ത് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒരു മാസത്തേക്ക് ഫിസിയോതെറാപ്പിയാണ്. രാത്രി ഉറങ്ങാൻ കിടന്നവരെ എണീപ്പിച്ച് റീൽസ് എടുത്ത് ഗൈസ്. അങ്ങനെ പിന്നെന്താ, രാവിലെ അതാ അമ്മ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിക്കുവാണ്. പിറന്നാൾ ആശംസകൾ. എന്റെ ഗിഫ്റ്റാണ് ഡ്രസ്സ്. തിരിഞ്ഞേ നോക്കട്ടെ. സൂപ്പർ. ഇവിടെ ബാ, come on. Bye bye. Okay, bye. കുഞ്ഞേ ഡി കിടക്കണമെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ എന്താ കാണിച്ചേ? എനിക്ക് സമയം 10 മണിയായിട്ടാ. എനിക്ക് ബാ. അതെ, എന്താ ചെയ്യണേ? ഗിഫ്റ്റ് ഇത് കുഞ്ഞിലക്ഷ്മിയുടെ ഗിഫ്റ്റാണോ? സൂപ്പർ. കേക്കൊക്കെ വൈകിയ വെച്ച് ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് മിഠായി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതില്. പിന്നെ ഞങ്ങൾ അമ്മേനെ പറ്റിക്കാൻ പോവാണതാ ഈ ഒരു ഇത് വെച്ചിട്ട്. ഞങ്ങൾ ആദ്യം പറയും, ഈ കാർഡ് തൊട്ടതിന് ശേഷം പറയും, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണ ഗിഫ്റ്റ്, ഇത് പൊട്ടിച്ച് നോക്കിക്കോന്ന് പറയും. അപ്പൊ അമ്മ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൽ പക്ഷെ മിഠായി കവറായിരിക്കും ഗൈസ്. ഞങ്ങൾ മിഠായി കഴിച്ചു. അപ്പൊ അതിന്റെ കവറൊക്കെ ഞങ്ങൾ ഇതിലിട്ടിട്ട് ഇതാണ് ഗിഫ്റ്റ് ബോക്സ്. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഈ ശരിക്കുള്ള ഗിഫ്റ്റ് ബോക്സ് കൊടുക്കും. അങ്ങനെ കുഞ്ഞിയൊക്കെ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും പോപ്പി വന്നു. പിന്നെ എനിക്ക് ചിക്കൻ ഉണ്ടാക്കാനുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരണേക്ക് മുമ്പ്, അമ്മ ഇവിടെ കിയാര ബൊട്ടിക്കിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ നിന്ന് വൈകിട്ടൊരു 7 മണിയാവും വരുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് കറിയൊക്കെ വെച്ച് എനിക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പോപ്പീനെ കൊണ്ടാണ് ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കിപ്പിക്കുന്നത്. ഞാൻ നന്നായി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും. അത് മാത്രം കേട്ടോ, വേറെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ചില ഉപ്പേരികളൊക്കെ. കമോൺ, വേഗം വരൂ, നന്നാക്കൂ, ഇരിക്കൂ. പ്ലീസ് വെളുത്തുള്ളിയെങ്കിലും അരിഞ്ഞു തരൂ ഗൈസ്. അപ്പൊ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ചിക്കറിക്കണേ പച്ചമുളക് ഇട്ടു. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇടാം. ഈ സവാള വേണ്ടതിന് ശേഷം ഞാൻ സാധാ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എൻ്റെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സവാള നന്നായി വഴറ്റുന്നതിനാണ് കുറച്ചധികം ടൈം എടുക്കുന്നത്. എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് വരുന്നത് ഇതിലാണ്. നമ്മളിങ്ങനെ സവാള നന്നായി വഴണ്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക്
ഇതിലേക്ക് എന്തിടാം? ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഞാൻ ചിക്കൻ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 2 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ നമ്മൾ പെരട്ടി വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവോള ഇച്ചിരി ഇട്ടിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, ഇച്ചിരി മസാല ഇട്ടിട്ട് പെരട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ചിക്കൻ ഇടാൻ വേവിക്കുക. കുറച്ച് കഴിഞ്ഞുമ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. സിമ്പിൾ. കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ടുകളൊക്കെ നമുക്ക് പാടാം അല്ലേ? അതിൻ്റെ ഞാനൊക്കെ അങ്ങനത്തെ സിംഗറാണ്. അപ്പൊ എന്റെ വക ഒരു പാട്ട് പാടട്ടെ ഞാൻ കുഞ്ഞി? യെസ്. ഏത് പാട്ടാ വേണ്ടേ? കുഞ്ഞിമണി ചെപ്പ് തുറ. ഓക്കെ. കുഞ്ഞിമണി ചെപ്പു തുറന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോന്നു കാറ്റു വന്നു പൊന്മുളകൻ കാടിൽ മൂടും നേരം കാത്തു നിന്നാ തോഴനിന്നെ ഓർത്തു പാടും പോലെ കുഞ്ഞിമണി ചെപ്പു തുറന്നി നോക്കും നേരം പിന്നിൽ വന്നു. എന്താ? സോറി. നമുക്ക് ചിക്കൻ റെഡി ആയിട്ട് കാണിക്കാം. അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. നമ്മള് സവോള നന്നായി വഴണ്ടു വരുമ്പോഴേക്കും നമുക്ക് വേഗം തക്കാളി അരിയാം. അരിഞ്ഞിരിക്കാം. ഞാൻ അരിയുന്നതിൽ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, മൈൻഡ് ചെയ്യണ്ട. എങ്ങനെ അരിഞ്ഞാലും കറി ആയിട്ട് തിന്നാ മതി അല്ലേ? ആ അതെ, കറികളുടെ കാര്യത്തില് അല്ലേ? ഓക്കെ, അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് വഴണ്ട് തുടങ്ങി, ബ്രൗൺ കളർ ആവാറായി. അത് ഫോണിൽ ചിലപ്പോൾ അധികം ബ്രൗൺ ആവില്ല, നമുക്ക് ഇത്രയും ബ്രൗൺ മതി. ഇതിലേക്ക് തക്കാളി ഇടാം. കുഞ്ഞുലക്ഷ്മി വിളക്കെത്തിക്കാൻ പോവാണ്. താഴെ ഈ സൈഡിലത്തെ ഇത് തുറന്നേ, ആ താഴെയുള്ള ഷെൽഫ്. എന്നിട്ട് എണ്ണ ഒഴിക്കും, നിറച്ച് എണ്ണ ഒഴിക്കേ. ഒഴിച്ചാ മതി മതി മതി. കുറച്ചുകൂടി ഒഴിക്കും, കുറച്ചുകൂടി ഒഴിക്കും. ഞാനിതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ എന്തോ സാധനമല്ലോ ചിക്കൻ മസാല ഇട്ട് നന്നായി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു കൂട്ടാം. തീ കുറച്ചിട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് നന്നായി പൊടി വറുത്തതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി ചൂടുവെള്ളം, ലേശം ചൂടുവെള്ളം ഒഴിക്കുക. ഒരു ലേശം മതി കേട്ടോ, ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ അതൊന്ന് മിക്സ് ആവാനായിട്ട്, ഇച്ചിരി ഗ്രേവി പോലെ ആവാൻ ലേശം ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, ലേശം. അത് നമുക്ക് കൂടുതൽ തന്നെ വയ്ക്കാം. നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു കുറവ്, ഞാൻ എന്തോ മറന്നെന്നൊക്കെ തോന്നി. അങ്ങനെ ചിക്കൻ എനിക്ക് നന്നായിട്ട് വയ്ക്കാൻ അറിയാം കേട്ടോ. ബട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് വെൻ ഐ കുക്ക് ചിക്കൻ എന്താണെന്നറിയോ? ഇതാ, ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ടത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ട്രൈ ചെയ്യാം. ഇത് അച്ഛനാണ് ചിക്കനൊക്കെ പരട്ടി ചെയ്യണം. അത്യാവശ്യം എല്ലാ പൊടികളും ഇതിൽ ഓൾറെഡി മിക്സ്ഡ് ആണ്. അപ്പം ഞാൻ പൊടിയൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഞാൻ എപ്പോൾ എങ്ങനെ ചിക്കൻ ഇട്ടാലും സൈഡിലും അവിടെ ഇവിടെയൊക്കെ പോകും. നമുക്ക് പയ്യെ മിക്സ് ചെയ്യാം. ഇവിടെ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ചിക്കൻ വേവണ സമയത്തിനുള്ളിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചു. അപ്പം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. റെഡി ആയിട്ടല്ല. അപ്പം നമുക്കിനി ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അധികം ഓവറായിട്ട് ഇനി ഇളക്കണ്ട. കാരണം ഇത് നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചേക്കുന്നതാണ്. സൂപ്പർ. പിന്നെ ഇച്ചിരി നമുക്ക് പുളി വേണം, കുറച്ചുകൂടെ. തക്കാളി 2 നല്ല ഇട്ടുള്ളൂ. സൂപ്പർ. കുറച്ച് പുളിയുടെ കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി സോസ് ഒഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ
സോസ് പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയാവില്ലല്ലോ അല്ലേ? നോക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അറൗണ്ട് 5 months ആയത് വന്നു. ടേസ്റ്റ് ചെയ്തൊക്കെ ചീത്തയെന്നോ തൊട്ട് വെക്കും. എന്താ വൈകി ഇല്ലല്ലോ. അപ്പൊ ഇച്ചിരി സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താന്ന് വെച്ചാ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡി. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ ബിരിയാണിയുടെ കൂടെയാണ്, ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം അല്ല. ഞാൻ എന്തായാലും ഓഫ് ചെയ്തുകൂടാം. ഞങ്ങളുടെ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ്. ഉപ്പിന്റെ കുറവുണ്ട്. എനിക്കിങ്ങനെ ഉപ്പൊന്നും സ്പൂൺ വെച്ചിടാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എല്ലാം കൈയളവാണ് എൻ്റെ. ചിലപ്പോ നന്നാവും. ഇത് ഞങ്ങളിവിടെ പൂർണ്ണത്രേശ്വരന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് വാങ്ങിച്ചാട്ടോ. നല്ല ഭംഗിയില്ലേ? നമ്മൾ ഉപ്പിട്ടു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫൈനൽ ടേസ്റ്റ് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇനി ചിക്കനൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണേന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ക്യാരറ്റ് അരിഞ്ഞു വെക്കുന്ന കേട്ടോ. എനിക്ക് വൈകുന്നേരം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണതിലേക്ക് ക്യാരറ്റ് വേണം. അപ്പോൾ എനിക്ക് കടയിൽ കേക്ക് വാങ്ങിക്കാൻ പോകണം. അതിന് മുമ്പ് ഇത് അരിഞ്ഞ് വെച്ച് ബീൻസും വേണം. ബീൻസ് വാങ്ങിക്കണം. ബീൻസ് ഇല്ല. രാവിലെ കടയിൽ പോയിപ്പോ ഉണ്ടായില്ല ഒരു കടയിലും. അമ്മ വരാറായിട്ടുള്ള സമയം പറയണോന്നോ അല്ലേ? അതിന് മുമ്പ് എനിക്ക് കേക്ക് വാങ്ങിച്ചിട്ട് വരണം. അമ്മ വരണേക്ക് മുമ്പ്. അമ്മ 7:30 പത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കേക്കൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വന്നു. പിന്നെ ഇതാ ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അമ്മ. എത്തുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കണം എന്നുണ്ടായിരുന്നു. അച്ഛനാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ബിരിയാണി. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ എഴുതിയേക്കുന്നതൊക്കെ നോക്കി കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. നമ്മൾ സവോളയും തക്കാളിയൊക്കെ ആദ്യം നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് മസാലയുടെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ച്. ഇപ്പോൾ 1 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കുക. എന്നിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അരി അതിലിട്ട് മൂടി വയ്ക്കുക. അത്രേ ആണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ എന്തായാലും കുഴച്ചാണല്ലോ തിന്നുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday to dear Amma. Happy birthday to you. Happy birthday. അടുത്തതായി എല്ലാവരും ഗിഫ്റ്റ് ദാനമുണ്ട്. മഞ്ഞക്കുഞ്ഞിക്ക് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ. അതിലെന്താന്ന് കാണിച്ചേ? മിഠായി കടലാസാ.
ഇതാണ് ശരി. വായിച്ചേ. ഹാപ്പി ബർത്ത്ഡേ രാജി ആന്റി. കണ്ടില്ല സ്ലൈസ് ഓഫ് ദ സൂപ്പർ സൂപ്പർ കേട്ടാ. അടുത്ത ഗിഫ്റ്റ് ഉണ്ട്. അമ്പറോന്റെ ഗിഫ്റ്റ് എന്താ അടുത്ത ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റ് എന്താ? വേറെന്താ മിഠായി? മിഠായി കാണിച്ചു. മിഠായി വേണ്ട. അടിഗിഫ്റ്റുകളോ സൂപ്പർ. സന്തോഷായോ? സന്തോഷായോ? സന്തോഷായി. അയ്യോ. ഓക്കെ, വീഡിയോ എന്ത് ശുഭം. ഇഷ്ടമായ ഫുഡ്? അങ്ങനെ ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിക്കുകയാണ്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർ സെറ്റിന് ഫസ്റ്റ് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്